ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നാളെ എന്റെ ഹൗദിന്റെ അടുക്കൽ ആരാണ് കടന്നു വരുന്നതെന്നറിയോ? ആദ്യമായിട്ട് എന്റെ അടുക്കൽ കടന്നു വരുന്ന സൗബാനെ പോലെയുള്ള ആളുകളാണ്. ഇന്ന ഹൗളി മാ ബൈന അദനി ഇലാ ഐലാ. വലിയ രണ്ട് രാജ്യങ്ങളെ ചൂണ്ടിക്കാണിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വലിയ രാജ്യങ്ങൾ, ഈ ലോകത്തുള്ള വലിയ വലിയ രാജ്യങ്ങൾക്കിടയിൽ എത്രത്തോളം വിസ്തൃതിയുണ്ടോ, കണക്കാക്കാൻ പറ്റാത്ത വലിപ്പമാണ് എന്റെ സ്വർഗമെന്ന് പറയുന്നു. എന്റെ ഹൗദ് എങ്ങനെയെന്നറിയോ? അശദ്ദു ബയാളൻ മിനൽ ലബനി, പാലിനേക്കാൾ വെളുത്തതാണ്. വഅഹ്ലാ മിനൽ അസലി, തേനിനേക്കാൾ മധുരമാണ്. അഖാവീദു കഅദദി നുജൂമിസ് സമാ, മുത്തുനബി തങ്ങൾ പറയുന്നു, എണ്ണമറ്റ കോപ്പകൾ അതിനകത്തുണ്ട്. ആരെങ്കിലും ഒരു മുറുക്ക് അതിനകത്തുനിന്ന് കുടിച്ചാൽ ലം യദ്മഅ ബഅദഹാ അബദാ, ഒരിക്കലും പിന്നെ അവന് ദാഹിക്കൂല. എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, ലം യദ്മഅ ബഅദഹാ അബദാ വ അവ്വലു മൻ യരിദുഹു അലയ്യ ഫുഖറാഉൽ മുഹാജിരീൻ. എന്റെ അടുക്കൽ ആദ്യം കടന്നു വരുന്നത് ആരെന്നറിയോ? ആ ഹൗദിൽ നിന്ന്, എന്റെ ഹൗദിന്റെ പാനം കുടിക്കാൻ ആദ്യമായിട്ട് എന്റെ അടുക്കൽ കടന്നു വരുന്നത് ആരെന്നറിയോ? അത് പാവപ്പെട്ട ഫക്കീറന്മാരാണ്. നിങ്ങളുടെ എഴുതി തള്ളിയവര്, നിങ്ങൾ പരിഗണിക്കാത്തവര്, നിങ്ങൾ വേണ്ടാന്ന് വെച്ചവര്, നിങ്ങൾ ആട്ടി ഓടിച്ചവര്, അവൻ ഗതികെട്ടവനാണെന്ന് പറഞ്ഞവര്, എന്ത് ചെയ്തിട്ടും അവന് പുരോഗതിയില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ പാവങ്ങളുണ്ടല്ലോ, അവരാണ് ഒന്നാമതായിട്ട് കടന്നു വരുന്നത് ഹൗദ് കുടിക്കാൻ. എന്നിട്ട് മുത്തുനബി തങ്ങൾ അവർ അടയാളം പറയുന്നുണ്ട്, മുടികളിലൊക്കെ ചെളിയാണ് അവരുടേത്, ജട പിടിച്ച പോലത്തെ മുടികളാണ് അവരുടേത്. നല്ല കുടുംബത്തിൽ ചെന്ന് പെണ്ണ് ചോദിച്ചാ കൊടുക്കൂല, ആരോഗ്യമുള്ളവനാണ്. പക്ഷേ നല്ല കുടുംബത്തിൽ നല്ലൊരു പെണ്ണ് കെട്ടാൻ പോയാലും ഇവന് പെണ്ണ് കൊടുക്കൂല എന്ന് പറഞ്ഞ് തടയുമ്പോ, വലാ യുഫ്തഹ് ലഹുമുസ് സുദദു, അവന്റെ മുന്നിൽ പണക്കാരന്റെ വാതിലും തുറക്കൂല. ആരോട് ചെന്ന് ഇവൻ ശുപാർശ ചെയ്താൽ ഇവനെ പരിഗണിക്കൂല. അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ളാല്ലൻ ഫഹദാ ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. ഈ സൂറത്ത് വളരെ പ്രസക്തമായ സൂറത്താണ്. 15 ദിവസത്തോളമായിട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങാതെ വന്നപ്പോ 15 ദിവസത്തിന് ശേഷം എല്ലാ ആശ്വാസങ്ങളോടുകൂടിയും അള്ളാഹു മുത്തുനബി തങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത സൂറത്താണ് അൽ-ളുഹാ. പ്രഭാതം തന്നെയാണ് സത്യം നബിയേ. വല്ലൈലി ഇദാ സജാ, പ്രദോഷം തന്നെയാണ് സത്യം നബിയേ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അങ്ങയുടെ റബ്ബ് അങ്ങയെ കൈവിട്ടിട്ടില്ല നബിയേ. ആരും എന്തും പറഞ്ഞോട്ടെ, അങ്ങയുടെ റബ്ബ് അങ്ങയെ കൈവിട്ടിട്ടില്ല നബിയേ. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ, പിന്നെ ഞാൻ അങ്ങേക്ക് എല്ലാം നൽകും നബിയേ. ദുനിയാവിലെ നഷ്ടങ്ങളെ കുറിച്ച് നിങ്ങളോർത്ത് വേദനിക്കണ്ട, ആഖിറമെന്ന പരലോകത്ത് എല്ലാം ഞാൻ തരും നബിയേ. വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ. എന്നിട്ട് അല്ലാഹു ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ, ഉറക്കെ പറഞ്ഞേ, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു ചോദിക്കുന്നുണ്ട്, നബിയേ, അലം യജിദ്ക യതീമൻ ഫആവാ, അങ്ങ് യതീമായിരുന്നല്ലോ നബിയേ. ജനിക്കുന്നതിന് മുമ്പേ അബ്ദുള്ള എന്ന് പറയുന്ന പിതാവ് വഫാത്തായി പോയല്ലോ. 6 വയസ്സായപ്പോൾ ഉമ്മയും പോയല്ലോ. സാക്ഷാൽ ഒരു യതീമായ നബിയേ. ഫആവാ, നിങ്ങളെ ഞാനല്ലയോ നബിയെ ചേർത്ത് പിടിച്ചത്?
അങ്ങേ ഞാനല്ല നബിയെ ചേർത്ത് പിടിച്ചത്. അങ്ങ് വഴിതെറ്റി നിന്ന് പോയല്ലോ നബിയെ. ഉമ്മയും പോയി ഉപ്പയും പോയി അനാഥബാലനായ മക്കയുടെ തെരുവോരങ്ങളിൽ എവിടെ പോകണമെന്നറിയാതെ അങ്ങ് പകച്ചു നിൽക്കുമ്പോ അങ്ങയുടെ വല്യപ്പയായ അബ്ദുൽ മുത്തലിബിന്റെ അടുക്കൽ ജിബ്രീൽ കൊണ്ട് ചെന്നാക്കി കൊടുത്തില്ലേ നബിയെ? അങ്ങനെ അബൂ താലിബിന്റെ കൂടെ അബ്ദുൽ മുത്തലിബിന്റെ കൂടെ മൂത്താപ്പമാരെ കൊച്ചാപ്പമാരെ കൂടെ അങ്ങ് ചേർന്നില്ലേ നബിയെ? അങ്ങയ്ക്ക് വഴികാട്ടി തന്നത് ഞാനല്ലയോ യാ റസൂലല്ലാഹ്? അങ്ങ് ആരുമില്ലാത്ത സമ്പത്തില്ലാത്ത ദാരിദ്ര്യത്തിന്റെ കൂപ്പുകയത്തിലായിരുന്നല്ലോ നബിയെ. ഒരു ഗതിക്ക് പരഗതിയില്ലാതെ മക്കയുടെ മണലാരുണ്യങ്ങൾ ആടിനെ മേച്ച് നടന്നവരല്ലയോ നബിയെ? ഖദീജ ബീവിയുടെ കച്ചവട ചരക്കുമായിട്ട് മക്കയിൽ നിന്ന് ത്വായിഫിലേക്ക് പോയ കച്ചവടക്കാരനല്ലയോ നബിയെ? അങ്ങക്ക് സമ്പത്ത് നൽകിയതാ ഖദീജയെ ഭാര്യയാക്കി തന്നിട്ട് ആ ഖദീജയുടെ സമ്പത്തെല്ലാം അങ്ങക്ക് തന്നിട്ട് അങ്ങേ സമ്പന്നനാക്കിയവനും ഞാനല്ലയോ നബിയെ? എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ് അതുകൊണ്ട് ഉപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത യതീമീങ്ങളായ അനാഥരായ അനാഥബാല്യങ്ങൾ അങ്ങയുടെ മുമ്പിൽ വന്നാൽ, കൈനീട്ടി വന്നാൽ, യാചിച്ചു വന്നാൽ ഫലാ തഖ്ഹർ യാ റസൂലല്ലാഹ് അവരോട് പരുഷമായിട്ട് നിങ്ങൾ പെരുമാറല്ല നബിയേ. അല്ലാഹു പറയുകയാണ് മുത്തുനബി തങ്ങളോട്, പറയാണ് മുത്തുനബി തങ്ങളോട്, വാപ്പയില്ലാത്തവനവന് മുടി ഇങ്ങനെ ചുരുണ്ടുകൂടിയവനവൻ, മുടി ഉണങ്ങിയവന്, ചുണ്ടുണങ്ങിയവന്, കവിളൊട്ടിയവന്, ഭക്ഷണമില്ലാത്തവന്, വീടില്ലാത്തവന്, പാവപ്പെട്ടവൻ അങ്ങയുടെ മുന്നിൽ വന്നാൽ യാ റസൂലല്ലാഹ് ഫലാ തഖ്ഹർ യാ ഹബീബല്ലാഹ് അവരോടങ്ങ് പരുഷമായിട്ട് പെരുമാറല്ല നബിയേ. വ അമ്മസ്സായില ഫലാ തൻഹർ ആരെങ്കിലും വല്ലതും ചോദിച്ചു വന്നാൽ, എനിക്ക് രോഗമാണ്, വേദനയാണ്, ക്യാൻസറാണ്, ട്യൂമറാണ്, അറ്റാക്കാണ്, എനിക്ക് ഓപ്പറേഷൻ ചെയ്യണം, മരുന്ന് മേടിക്കാൻ കാശില്ലാത്തവനാണ്, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവനാണ്, മക്കളെ കെട്ടിക്കാനുണ്ട്, വീട് വെക്കാനുണ്ട്, നിരവധി ആവശ്യങ്ങളുമായിട്ട് നിങ്ങളെ മുന്നിൽ വന്നാൽ ഫലാ തൻഹർ യാ റസൂലല്ലാഹ് അവരോട് ശബ്ദമുയർത്തി സംസാരിക്കല്ല നബിയേ. ഇവിടെ ഒന്നുമില്ല, പോടാ നീ കള്ളനാണെന്നവരോട് പറയല്ല നബിയേ. അവൻ ആരായിക്കോട്ടെ, അവൻ എന്തായിക്കോട്ടെ, മുത്തുനബി തങ്ങളോടല്ല പറയാ. അങ്ങനെ എങ്ങാനും അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട് തകർന്നു പോകും നബിയേ, മക്ക തകരും നബിയേ, മദീന തകരും നബിയേ, സർവ്വതും നശിക്കും നബിയേ. അതുകൊണ്ട് പാവങ്ങൾ നിങ്ങളെ മുന്നിൽ വന്നാൽ, കൈനീട്ടി വന്നാൽ അവരെ ആട്ടി ഓടിക്കല്ല യാ റസൂലല്ലാഹ്. എന്നിട്ടല്ല പറയുന്നു മുത്തുനബി തങ്ങളോട്, നബിയേ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് അങ്ങക്ക് നാം തന്ന അനുഗ്രഹങ്ങളുണ്ടല്ലോ, അങ്ങേ നബിയാക്കിയില്ല നബിയേ. 40ാമത്തെ വയസ്സിൽ നുബുവത്തിന്റെ ദിവ്യപ്രകാശവുമായിട്ട് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ ഹിറാ ഗുഹയുടെ ഓരത്തങ്ങയെ കാണാൻ വന്നില്ല നബിയേ. വിശുദ്ധമായ ഖുർആൻ തന്നില്ല നബിയേ. അങ്ങയുടെ വിയർപ്പുതുള്ളിൽ കസ്തൂരിയേക്കാൾ ഗന്ധമില്ലയോ നബിയേ. ലോകത്തിന്റെ മനുഷ്യർ ഉന്നതരായിട്ട് ഞാൻ അങ്ങേ മാറ്റിയില്ലയോ യാ റസൂലല്ലാഹ്. വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ് അതുകൊണ്ട് അങ്ങക്ക് തന്ന അനുഗ്രഹങ്ങൾ ഏതൊക്കെയുണ്ടോ ആ അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ എപ്പോഴും സംസാരിക്കണം നബിയേ. അല്ലാതെ പാവങ്ങളെ മെക്കിട്ട് കയറാൻ മുത്തുനബിയേ നിങ്ങൾക്ക് അനുവാദമില്ലെന്ന് അള്ളാഹു അവന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളോട് പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, നമ്മളെ നാട് തകരാനും ഇങ്ങനെയുള്ള നിയമങ്ങൾ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒന്നൊന്നായി കടന്നു വരാനുള്ള കാരണം എന്തെന്നറിയോ? നീതിയോടുകൂടി ദുനിയാവിന്റെ മണ്ണിൽ ഞാനും നിങ്ങളും ജീവിക്കാത്തതാണെന്ന് അള്ളാഹു നമ്മളോട് വിശുദ്ധമായ ഖുർആനിലൂടെ പറയുമ്പോ
ഈ ആയത്തിൽ അള്ളാഹുവിന്റെ റസൂല് ലോകത്തിന് കാരുണ്യമായിട്ട് കടന്നു വന്ന റസൂലുള്ള ഈ സ്വഭാവമുള്ള ആളായിരിക്കെ അള്ളാഹു എന്തിനാണെന്നറിയോ മുത്തുനബി തങ്ങളോട് ഇത് പറഞ്ഞിട്ട് പറയുന്നത്, നബിയെ ഇതുപോലെ നിങ്ങൾക്ക് ശേഷമുള്ള ആളുകളാവണം നബിയേ. നമ്മൾ അങ്ങനെ ആവാൻ വേണ്ടിയാണ്. നമ്മൾ വരുന്ന ആളുകളുടെ ഹിസ്റ്ററി നോക്കും. കള്ളനാണോ, കഞ്ചാവാണോ, ലഹരിയാണോ? നിന്റെ മുന്നിൽ കൈനീട്ടി വന്നാൽ 1 രൂപയാണെങ്കിൽ 1 രൂപ കൊടുത്ത് അവൻ ഏത് വസ്തുവിൻ ഏത് നിഷ്ഠയിലാണെങ്കിലും അവൻ കള്ളനാണെന്നറിഞ്ഞാൽ പോലും അവനോട് പരുഷമായിട്ട് പെരുമാറാതെ ഒഴിവാക്കണമെന്നാണ്. ഒഴിവാക്കണം. സത്യസന്ധനും കള്ളന്മാരെയും തിരിച്ചറിയാത്ത ഈ കാലഘട്ടത്ത് നീ നന്മയോടുകൂടി പെരുമാറണം. കാരണം നിന്റെ കയ്യിൽ സമ്പത്ത് തന്നത്, നിന്നെ പണക്കാരനാക്കിയത്, നിന്നെ അധികാരിയാക്കിയത് മറ്റുള്ളവരുടെ മേൽ കുതിര കയറാനും അവരെ പിടിച്ചു കെട്ടാനുമല്ല, മറിച്ച് നീ കരുണയോടുകൂടി ആവശ്യക്കാർക്ക് ആവശ്യമുള്ളതുപോലെ പെരുമാറണം. എന്റെ തഫ്സീർ നോക്കിയാൽ നിങ്ങൾ, ഒരു അടിമ പറയാൻ, ഇലാഹി അഖ്റജത്നി മിനൽ അദമി ഇലൽ വുജൂദ് ബശറൻ സവിയ്യൻ ത്വാഹിറല്ലാഹി നജസുൽ ബാതിനി ബിശാറത്തും മിൻകാ. ഒരു അടിമ പറയുന്നത് പോലെയാണ്, അഖ്റജത്നി മിനൽ അദമി ഇലൽ വുജൂദ്, ഒന്നുമില്ലാതിരുന്ന എന്നെയെല്ലാം ഉള്ളതിലേക്ക് ആക്കിയ നാഥ, നീ പറയും പോലെ ഞാൻ ചെയ്യൂ എന്ന് പറയുന്നവനാണെന്ന് ഒരു അടിമയെന്ന് വിശുദ്ധമായ ഖുർആൻ പറയാ. ത്വാഹിറുല്ലാഹിർ, നിന്റെ പുറം നോക്കിയാൽ നല്ല ഭംഗിയാണ്, നിന്റെ മുഖം നോക്കിയാൽ ആരും പിന്തിരിഞ്ഞു പോവില്ല, നല്ല സുന്ദരമായ മുഖമാണ്, നല്ല ശരീരമാണ്. പക്ഷേ നിന്റെ ഉള്ളു മുഴുവനും മലിനമാണ്. ഉള്ള ബ്ലഡ് ഉണ്ട്, വയറ്റിന്റെ അകത്ത് മലമുണ്ട്. നിന്റെ ശരീരം ഒന്ന് കീറി മുറിച്ചു നോക്കിയാൽ മൊത്തം മലിനങ്ങളാണ്. അതുപോലെയാണ് അള്ളാഹു നമ്മുടെ ഉള്ളങ്ങ് നന്നാക്കി കാണുമ്പോൾ നല്ല വേഷമാണ്, പക്ഷേ ഉള്ളോ മുഴുവൻ കറകളും ഹറാമുകളും തിന്മകളുമാണ്. അങ്ങനെയുള്ള നമ്മളെ അല്ലാഹു എന്ന മഹാനായ തമ്പുരാനായ റബ്ബ് അവന്റെ അഫു എന്ന് പറയുന്ന പാപമോചനത്തിന്റെ എല്ലാ നന്മകളും തന്ന് നമ്മളെ ദുർഗുണങ്ങളെയെല്ലാം മറച്ചു പിടിച്ച് മനുഷ്യനെ പോലെ ജീവിപ്പിച്ചിട്ട് അല്ല പറയുന്നുണ്ട്, എടാ നീ എങ്ങനെയാകണമെന്നറിയോ? നിന്റെ കൂടെയുള്ള കൂടപ്പിറപ്പുകളായ എന്റെ അടിമകളോട് അതുപോലെ അവരെ ന്യൂനതകളും നീ മറച്ചു വെച്ച് ജീവിക്കണമെന്ന ഖുർആൻ പറയുന്നത്. അങ്ങനെ പറയണം. നമ്മുടെ വയറ്റിന്റെ ഉള്ളിലെ ദുർഗന്ധങ്ങൾ, നമ്മുടെ കീഴ്വായും നമ്മുടെ മലിനങ്ങൾ ആരും കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അള്ളാഹ് കാണിക്കുകയും ചെയ്യുകയില്ല. നമ്മുടെ നല്ല ഗുണങ്ങളാണ് ജനങ്ങളെ അള്ളാഹ് പ്രമോട്ട് ചെയ്യുന്നതെങ്കിൽ അള്ളാഹ് പറയുന്നുണ്ട്, അടിമേ നിനക്ക് ഞാൻ പണം തന്നത്, നിനക്ക് ഞാൻ പവർ തന്നത്, നിനക്ക് ഞാൻ അധികാരം തന്നത് പാവപ്പെട്ടവന്റെ മേൽ കുതിര കയറാനല്ല, നിന്റെ വയറ്റിന്റെ ഉള്ളിലെ വൃത്തികേടുകളും നജസ്സുകളും ഞാൻ മറച്ചു വെച്ച് നിന്നെ മനുഷ്യനായിട്ട് സംരക്ഷിക്കുന്നത് പോലെ പാവപ്പെട്ടവന്റെ ന്യൂനത നീ മറച്ചു വെച്ച്, അവൻ പണമില്ലാത്തവനാണെങ്കിൽ എടാ നിനക്ക് നിന്റെ കയ്യിൽ പണം തന്നത് നിനക്ക് മാത്രം ഇങ്ങനെ സുഖിക്കാനല്ല. അല്ലാഹു പറയാ, നീ മറ്റുള്ളവരെയും കൂടി ചേർത്ത് പിടിച്ച് നീതിയോടുകൂടി നീ നിലനിൽക്കുമ്പോഴാണ് അള്ളാഹു നിന്റെ വീടും നിന്റെ കുടുംബവും നിന്റെ നാടും അല്ലാഹു സംരക്ഷിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ കാലക്രമേണ അത് തകർന്നു പോകുമെന്ന് ഖുർആൻ. നാട് നിലനിൽക്കുന്ന കാരണം പറയുന്നതാണ്. എവിടെ എത്തിയെന്ന് നോക്കിയേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെ എത്തിയെന്ന് നോക്കിയേ. അല്ലാഹു നമ്മളെ ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാവട്ടെ. فكيف يمكنني قضاء نعمتك التي لا حد ولا حصر. നീ ഒന്ന് ചിന്തിക്കണം, നിനക്ക് ഞാൻ എത്ര അനുഗ്രഹങ്ങൾ തന്നുവെന്ന്. നിന്റെ കണ്ണിന്റെ കാഴ്ച, നിന്റെ ചെവിയുടെ കേൾവി. വഇൻ തഅദ്ദു നിഅമതല്ലാഹ് ലാ തുഹ്സുഹാ. നീ ഒന്ന് എണ്ണി നോക്ക്, നിനക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അത്തരീഖു ഇലാ ദാലിക അൻ തഫഅല ഫീ ഹഖ്ഖി അബീദി മാ ഫഅൽതുഹു ഫീ ഹഖ്ഖിക. നിനക്ക് ഞാൻ ചെയ്തു തന്ന നിഅമത്തുകൾ എന്റെ പാവങ്ങളായ അടിമകൾക്ക് കൂടി നീ ചെയ്യണമെന്നാണ് എന്റെ കൽപ്പന. തഫ്സീർ റാസി തങ്ങൾ ഇത് പറയാണ്.
റാസിമാൻ പറയാൻ ഈ ആയത്ത് ഓതിയിട്ട്, ഈ വല്ലുഹാടെ സൂറത്ത് ഓതിയിട്ട് നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങൾ മറ്റുള്ളവനും കൂടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയും, എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടി രോഗിയാകുമ്പോൾ എനിക്ക് ആസ്റ്റർ മെഡിസിറ്റിയിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ, അടുത്തുള്ള അയൽവക്കക്കാരന്റെ കാശില്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോയാൽ പോരെ? നമ്മൾ സാധാരണയായിട്ട് ചോദിക്കുന്നതാണ്, ഗവൺമെന്റ് ആശുപത്രി പോയാൽ പോരെ? അവൻ എന്തിനാ അതുകൊണ്ട് ആസ്റ്റർ മെഡിസിറ്റി പോകുന്നത്? അതുകൊണ്ട് ലക്ഷോറിൽ പോകണമെങ്കിൽ അവന് ഉള്ളത് പോലെ. അങ്ങനെ നീ പറയരുതെന്ന്. അങ്ങനെ നീ പറഞ്ഞാൽ നിന്റെ തലമുറയെ നാളെ അള്ളാഹു ഇങ്ങനെ ആക്കുമെന്ന്. ഇത് സുഫിയാൻ ബാക്കവിയുടെ വാക്കല്ല, ഇത് അള്ളാന്റെ ഖുർആന്റെ തഫ്സീറിൽ ഇമാം റാസി തങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതാ മുഫസ്സിരീങ്ങൾ. ഫഉലൈക ഫഫഅൽ ഫീ ഹഖ്ഖിൽ ലൈതാമി ദാലിക. നീ യതീമീങ്ങളെ വിഷയത്തിൽ നീ നിന്റെ മകനോട് പെരുമാറും പോലെ നീ യതീമീങ്ങളോടും പെരുമാറണേ. വകുന്തല്ലാ ഫഹദൈതുക ഫഫഅൽ ഫീ ഹഖ്ഖി അബീദി ദാലിക. എടാ നീ പിഴച്ചവനായിരുന്നിട്ട് നിന്നെ ഞാൻ നന്നാക്കിയതല്ലേ. നേരെ നമ്മളെ പഴയ ഹിസ്റ്ററിയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്ക്. നമ്മുടെ പഴയ ഹിസ്റ്ററി, നമ്മളെ യൗവനകാലത്ത് നാം കാട്ടിക്കൂട്ടിയ ഹറാമുകളും തിന്മകളും ഒന്ന് കാണിച്ചു നോക്കും. പെട്ടെന്നൊരു നിസ്കാര കല്യാണം കഴിച്ച് പെട്ടെന്ന് നന്നായപ്പം ഏതെങ്കിലും ഒരു പാവപ്പെട്ട തെറ്റിയതും എന്ന് പറഞ്ഞ് നമ്മൾ പെരുമാറരുതെന്നാണ് ഖുർആൻ. എന്റെ അടിമകളോട് നീ നല്ലവണ്ണം പെരുമാറ്. നീയും ദരിദ്രനായിരുന്നല്ലോ, ഒരു നാൾ കഞ്ഞി കുടിച്ചല്ലേ നീയും കഴിഞ്ഞത്. നിനക്ക് പെട്ടെന്നങ്ങട്ട് പണമുണ്ടായപ്പോ നീ പാവങ്ങളെ മറന്നു പോകരുത്. എടാ നിന്റെ അയൽക്കാരനുള്ള ആ പാവപ്പെട്ടവനെയും പണക്കാരനാക്കേണ്ട നിന്റെ ഉത്തരവാദിത്തമാണ്. നിന്റെ കുഞ്ഞിനെ കൊണ്ട് നല്ല സ്കൂളിൽ നീ ചേർക്കും, CBSE സിലബസ്, ICSE സിലബസ്. നീ ലക്ഷങ്ങൾ അവിടെ മുടക്കും. നിന്റെ അയൽവക്കക്കാരന്റെ പൊന്നുമോൻ പഠിക്കുന്നത് ഗവൺമെന്റ് സ്കൂളിൽ, അത് മോശമാണെന്നല്ല. അവൻ പഠിക്കുന്നത് ഏറ്റവും നിലവാരം കുറഞ്ഞിടത്ത് അവൻ പഠിക്കുന്ന ട്യൂഷൻ വിടാൻ പോലും അവന്റെ കയ്യിൽ കാശില്ലെങ്കിൽ, സമ്പത്ത് നൽകി അള്ളാഹ് അനുഗ്രഹിച്ചവരെ റബ്ബിനോട് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. അള്ളാഹു വിടൂല്ല. നിന്റെ അയൽവക്കക്കാരന്റെ കുഞ്ഞിനോടും പോയിട്ട് നിനക്കെന്ത് ആവശ്യമാണെന്ന് ചോദിക്കാൻ, നാട് നിലനിൽക്കാനുള്ള കാരണങ്ങൾ പറയുമ്പോ എടാ റബ്ബ് പറയാ സ്കൂളൊന്ന് തുറക്കുമ്പോ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് നിന്റെ മക്കൾക്ക് നീ വിടുകൊഴിച്ചു കൊടുക്കുന്ന ബാഗും പുസ്തകത്തിന്റെയും പേനയുടെയും വില, നിന്റെ അടുത്തുള്ളവനൊരു പെൻസില് പോലും വാങ്ങാൻ വകയില്ലെങ്കിൽ അവന്റെ വീട്ടിൽ നീ പോണമെന്നാണ് ഖുർആൻ. അവൻ ഇങ്ങോട്ട് വരലാനല്ല, അവൻ തെണ്ടാനല്ല, അവൻ കൈനീട്ടി യാചിക്കാൻ അവസരം ഉണ്ടാക്കാൻ നീയാണ് കാരണക്കാരൻ. അങ്ങനെ തെണ്ടി നീ കൊടുക്കുന്ന നക്കാപ്പീച്ച കൊടുത്തിട്ട് നീ വലിയ സ്വതക കൊടുക്കുന്ന ആളായിട്ട് പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ പോയി ഞെളിഞ്ഞു നിൽക്കാ മുസ്ലിമേ, നിന്നെ അനുവദിക്കില്ലെന്ന് ഇത് സുഫിയാൻ ബാക്കവിയുടെ വാക്കല്ല, അല്ലാഹ് പറയാ. പാവപ്പെട്ടവന്റെ വീട്ടിന്റെ അകത്ത് നീയാണ് കടന്നു ചെല്ലേണ്ടത്. അവന്റെ വിശേഷങ്ങൾ നീയാണ് അന്വേഷിക്കേണ്ടത്. അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്താതെ അവനെ സംരക്ഷിക്കാൻ നീ തയ്യാറായില്ല എങ്കിൽ നാളെ പരമോന്നതൊരു കോടതി വരാനുണ്ടടാ മനുഷ്യ. ഒരു പരമോന്ന നീതിപീഠം വരാനുണ്ട്. അവിടെ നീ എഴുതി ഞാൻ പള്ളിക്ക് കൊടുത്ത്, ഞാൻ അമ്പലം കെട്ടി, ഞാൻ പണക്കാരൻ, എല്ലാ സംവിധാനങ്ങൾക്കും സോഷ്യലിനും സാമൂഹികമായിട്ട് ഒരുപാട് സേവനം ചെയ്യുന്ന പറഞ്ഞ് നീ രംഗത്ത് വരാ. കാലനക്കിയിട്ടല്ലേ നിനക്ക് സമയം കിട്ടുള്ളൂ. ആ കാലനക്കാൻ പോലും അള്ളാഹ് അനുവാദം തരൂല്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ലക്ഷങ്ങളിൽ കോടികളിൽ നിന്ന് ഒരു 500 എടുത്തിട്ട് ഞാൻ വീശിയിട്ട് ഞാൻ സദക്കാ ചെയ്തെന്ന് പറഞ്ഞ് നീ വിചാരിക്കരുത്. നിനക്ക് കിട്ടിയ സമ്പത്തിന്റെ അളവനുസരിച്ച് നീ കൊടുക്കണം. 1 കോടി ഉണ്ടെങ്കിൽ അതല്ലേ സക്കാത്ത്. സക്കാത്ത് എന്ന് പറയുന്നത് പോലെ കൊടുത്തിട്ട് ഇവിടെ ചില ആൾക്കാർ സക്കാത്ത് എന്ന് വിചാരിക്കുന്ന പള്ളിയുടെ മുമ്പിൽ കൈ നീട്ടി നിൽക്കുന്നവർ കൊടുക്കുന്ന സക്കാത്താണെന്നാണ്. ആ സക്കാത്തല്ല, നക്കാപ്പീച്ചയാണ്. അല്ലേ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്, മഴ ഒരിടത്തും പെയ്യുന്നില്ല. മഴ പെയ്യാതെ വന്നപ്പോൾ അന്തരീക്ഷത്തിൽ അശരീരി ഈ ഒരാളുടെ പൂന്തോട്ടം മാത്രം നീ നനയ്ക്കാൻ, അവിടെ എവിടെയും മഴയില്ല, ദാരിദ്ര്യം, വെള്ളമില്ല. ഒരു പൂന്തോട്ടത്തിൽ മാത്രം മഴ പെയ്യുന്നത് കാരണം അന്വേഷിച്ചപ്പോൾ അവന് കിട്ടുന്ന സമ്പത്ത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ അതേ അളവേ അവന്റെ ഫാമിലിയിൽ അവൻ കൊടുക്കുള്ളൂ. പുറത്തവൻ കൊടുക്കുന്ന അതിന്റെ അതേ അളവാണ്
നമ്മൾ എന്റെ കുടുംബത്തിലും എടുക്കൂ. അതുകൊണ്ട് അള്ളാഹു നനപ്പിക്കും, റബ്ബ് തരുന്ന സമ്പത്ത് സ്വയം ആസ്വദിക്കും എന്ന് സ്വയം ആസ്വദിച്ചു തുടങ്ങിയോ അന്ന് നമ്മളെ നാട് നശിക്കാൻ തുടങ്ങി. നമ്മളൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഇവിടെ പലിശക്കാരനുണ്ടാവില്ലായിരുന്നു, നമ്മളൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഇവിടെ കള്ളന്മാരുണ്ടാവില്ലായിരുന്നു, നമ്മളൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ വ്യഭിചാരിണികളായ പെണ്ണുങ്ങൾ ഉണ്ടാവില്ലായിരുന്നു, നമ്മളൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഇവിടെ കൊലപാതകങ്ങൾ നടക്കൂലായിരുന്നു, നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിരുന്നെങ്കിൽ. എന്നാണ് നമ്മൾ മട്ടൻ മേടിക്കുമ്പോൾ അയൽവക്കത്ത് കൂടി ചോദിക്കണം, നിങ്ങൾക്ക് എന്താ വാങ്ങിയത്? അല്ല, കോഴി മേടിക്കാനേ കാശുള്ളൂ, ചുരുക്കി എന്റെ ഭാഷയിൽ പറയാൻ, കുറച്ച് കാശല്ല, നിങ്ങൾ മട്ടൻ വാങ്ങും. ഇത് ദീനാണ്, ഇതാണ് ഖുർആൻ പറഞ്ഞത്. അങ്ങനെ അവൻ കോഴി മേടിച്ചു കഴിഞ്ഞാൽ അവൻ കോഴി മേടിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നീ സ്വന്തം മക്കളെ മട്ടനും തീറ്റിച്ചിട്ട് മറ്റുള്ളവനെ നീ ഒരു കുറഞ്ഞ കോഴിയാണ് തീറ്റിക്കുന്നതെങ്കിൽ നീ ചെയ്യുന്ന ഒരു അമലുകൾക്കും അള്ളാഹു പ്രതിഫലം തരൂല്ല. നിങ്ങളോട് ആരും ഞാൻ തിന്നാ പോരെ, എനിക്ക് അള്ള കൊടുത്തല്ലേ തിന്നുള്ളൂ. അള്ള കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? നിനക്ക് കൂടുതൽ തന്നതും അള്ള അവന് കുറഞ്ഞു കൊടുത്തതും നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അള്ള കൊടുത്തത് നിനക്ക് മാത്രം ആസ്വദിക്കാൻ വേണ്ടിയല്ലെന്ന് അള്ള ചോദ്യം ചെയ്യുന്നത്. ഖിയാമത്ത് നാളിൽ 3 ചോദ്യങ്ങൾ അള്ള ചോദിക്കുമല്ലോ. നിനക്ക് തന്ന സമ്പത്ത് നീ എങ്ങനെയാണ് സമ്പാദിച്ചത്? നീ എങ്ങനെയാണ് സമ്പാദിച്ചത്? എന്തിനു വേണ്ടിയാണ് നീ ചിലവഴിച്ചതെന്ന ചോദ്യം ചോദിച്ചിട്ട് മറുപടി പറയാതെ ഖിയാമത്ത് നാൾ ഒരു അടിമയുടെ കാൽപാദം ചലിപ്പിക്കാൻ കഴിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് പറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ എത്ര സംഭവങ്ങൾ നിങ്ങൾക്ക് വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചുരുങ്ങിയ ഭാഷയിൽ ഞാൻ പറയാണ്. ഹബീബായ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മുത്തുനബി തങ്ങൾ ഹസൻ ഇബ്നു യഹ്യ തങ്ങളെ സംഭവമാണ് പറയുന്നത്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്. എത്ര സംഭവങ്ങളെന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹബീബായ തങ്ങളുടെ ജീവിതത്തിന്റെ ചരിത്രങ്ങളെ വെച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നത്. അബീ സലാമുൽ ഹൈശി ബഹുമാനപ്പെട്ടവര് പറയുന്നു, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവരെ ചരിത്രം പറഞ്ഞിട്ട് പറയുന്നു, ഫഅതൈതുഹു അലാ ബരീദ്. അബൂ സലാം എന്നവര് ഒരു മൃഗത്തിന്റെ പുറത്ത് കയറിയിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വരുമ്പോ, യാ അബാ സലാം ഫീ മർകബിക, വാഹനത്തിലാണല്ലോ നീ കടന്നു വരുന്നത്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, വല്ലാഹി യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനോട് പറയുന്നു, എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട്. മാറത്തുൽ മശഖത അലൈക വലാകിൻ ഹദീസുൻ ബലഗനി അന്നക തുഹദ്ദിസു ബിഹി അൻ സൗബാൻ മൗലാ റസൂലില്ലാഹ്. പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന റസൂലുള്ളാഹിന്റെ കഥ പറഞ്ഞു കൊടുക്കുകയാ. ഹബീബായ തങ്ങൾ കഥ പറയുന്നുണ്ട്. ആരെ കഥയെന്നറിയോ? സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ കഥയാണ്. സൗബാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അടിമയായിരുന്നു, പാവപ്പെട്ടവനായിരുന്നു. ഹബീബായ തങ്ങൾ പറയുന്നു, ഫിൽ ഹൗളി ഫഅഹബബതു അൻ തുശാഫഹനി ബിഹി. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, സൗബാൻ തങ്ങളെ കഥ പറഞ്ഞിട്ടു, നാളെ എന്റെ ഹൗദിന്റെ അടുക്കൽ ആരാണ് കടന്നു വരുന്നതെന്നറിയോ? ആദ്യമായിട്ട് എന്റെ അടുക്കൽ കടന്നു വരുന്ന സൗബാനെ പോലെയുള്ള ആളുകളാണ്. ഇന്ന ഹൗളി മാ ബൈന അദനി ഇലാ ഐലാ. വലിയ രണ്ട് രാജ്യങ്ങളെ ചൂണ്ടിക്കാണിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലിയ രാജ്യങ്ങൾ, ഈ ലോകത്തുള്ള വലിയ വലിയ രാജ്യങ്ങൾക്കിടയിൽ എത്രത്തോളം വിസ്തൃതിയുണ്ടോ കണക്കാക്കാൻ പറ്റാത്ത വലിപ്പമാണ് എന്റെ സ്വർഗമെന്ന് പറയുന്നുണ്ട്. എന്റെ ഹൗദ് എങ്ങനെയെന്നറിയോ? അശദ്ദു ബയാളൻ മിനൽ ലബനി, പാലിനേക്കാൾ വെളുത്തതാണ്. വഅഹ്ലാ മിനൽ അസലി, തേനിനേക്കാൾ മധുരമാണ്. അഖാമീദു കഅദദി നുജൂമിസ് സമാ. മുത്തുനബി തങ്ങൾ പറയുന്നു, എണ്ണമറ്റ കോപ്പകൾ അതിനകത്തുണ്ട്. ആരെങ്കിലും ഒരു മുറുക്ക് അതിനകത്തുനിന്ന് കുടിച്ചാൽ ലം യദ്മഅ ബഅദഹാ അബദാ, ഒരിക്കലും പിന്നെ അവന് ദാഹിക്കൂല. എന്നിട്ട്
എന്നിട്ട് റസൂലുള്ള പറയുന്നു ലം യദ്മഅ ബഅദഹാ അബദാ വ അവ്വലു മൻ യരിദുഹു അലയ്യ ഫുഖറാഉൽ മുഹാജിരീൻ. എന്റെ അടുക്കൽ ആദ്യം കടന്നു വരുന്നത് ആരെന്നറിയോ? ആ ഹൗദിൽ നിന്ന് എന്റെ ഹൗദിന്റെ പാനം കുടിക്കാൻ ആദ്യമായിട്ട് എന്റെ അടുക്കൽ കടന്നു വരുന്നത് ആരെന്നറിയോ? അത് പാവപ്പെട്ട ഫക്കീറന്മാരാണ്. നിങ്ങളുടെ എഴുതി തള്ളിയവര്, നിങ്ങൾ പരിഗണിക്കാത്തവര്, നിങ്ങൾ വേണ്ടാന്ന് വെച്ചവര്, നിങ്ങൾ ആട്ടി ഓടിച്ചവര്, അവൻ ഗതികെട്ടവനാണെന്ന് പറഞ്ഞവര്, എന്ത് ചെയ്തിട്ടും അവന് പുരോഗതിയില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ പാവങ്ങളുണ്ടല്ലോ, അവരാണ് ഒന്നാമതായിട്ട് കടന്നു വരുന്നത് ഹൗദ് കുടിക്കാൻ. എന്നിട്ട് മുത്തുനബി തങ്ങൾ അവർ അടയാളം പറയുന്നുണ്ട്. മുടികളിലൊക്കെ ചെളിയാണ് അവരുടേത്, ജട പിടിച്ച പോലത്തെ മുടികളാണ് അവരുടേത്. നല്ല കുടുംബത്തിൽ ചെന്ന് പെണ്ണ് ചോദിച്ചാ കൊടുക്കൂല, ആരോഗ്യമുള്ളവനാണ്. പക്ഷേ നല്ല കുടുംബത്തിൽ നല്ലൊരു പെണ്ണ് കെട്ടാൻ പോയാലും ഇവന് പെണ്ണ് കൊടുക്കൂല എന്ന് പറഞ്ഞ് തടയുമ്പോ അവന്റെ മുന്നിൽ പണക്കാരന്റെ വാതിലും തുറക്കൂല. ആരോട് ചെന്ന് ഇവൻ ശുപാർശ ചെയ്താൽ ഇവനെ പരിഗണിക്കൂല. അങ്ങനെയുള്ളവന്മാര് നമ്മുടെ നാട്ടിലുണ്ടല്ലോ, അങ്ങനെയുള്ള പാവങ്ങളുണ്ടല്ലോ. ഏതധികാരിയുടെ മുന്നിൽ പോയാൻ അവനക്ക് പറ്റൂല, ഒരാളോട് പരാതി പറയാനും പറ്റൂല. വേദനകളെല്ലാം കടിച്ചമർത്തിയിട്ട് നമ്മുടെ നാട്ടിന്റെ ഉള്ളിൽ വെസ്റ്റ് മുടിക്കലിന്റെ ഈ 4 കെട്ടിന്റെ ഉള്ളില് ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചോ മുസ്ലിമേ, നാളെ അള്ളാന്റെ കോടതിയിൽ അവനാണ് 1-ാം സ്ഥാനം. കാരണം എന്തെന്നറിയോ? അവനെ അങ്ങനെ ആക്കിയത് അള്ളായാണ്. നിനക്ക് നല്ല വെള്ള വസ്ത്രം ധരിച്ച് നല്ല തൊപ്പിയും വെച്ച് നല്ല സമ്പന്നനാക്കി നിന്നെ അള്ളാഹുവാണ് പടച്ചത്. എന്തിനെന്നറിയോ അങ്ങനെ പടച്ചത്? എടാ, പാവപ്പെട്ടവനെ സഹായിക്കാനുള്ള കൽബ് നിനക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഇതങ്ങട്ട് കേട്ടപ്പോൾ ബക്കാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. അങ്ങാര് എന്നറിവില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലെണ്ണയില്ല യാചകനായെന്നോ പ്രാണസഖി നന്നായറിയാ ഞാനീ നാട്ടിലമീറാണെന്ന്. എന്നാലും എന്റേതായൊരു ദൃഹവുമില്ല പ്രിയേ. ഒരൽപ്പം മുന്തിരി കഴിക്കാനുള്ള കൊതിയോട് കൂടിയിട്ട് ഭാര്യയായ ഫാത്തിമാട്ട് വന്ന് ചോദിക്കുന്നു, ഫാത്തിമ, 4 അണയുണ്ടോ മോളെ? എനിക്കൊന്ന് മുന്തിരി കഴിക്കാൻ കൊതിയുണ്ടാരാ? ആ രാജ്യത്തിന്റെ ഭരണാധികാരി ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസാണ്. ആ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് എങ്ങനെയാണ് അങ്ങനെ ആയെന്നറിയോ? ഈ സംഭവം കേട്ടിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറയുന്നു, കരഞ്ഞ് കണ്ണുനീരിങ്ങനെ ആ താടിയിലൂടെ ഒഴുകിയപ്പോ എന്നിട്ട് പറയുന്നു, ഒരു പണക്കാരന്റെ മകളായ അബ്ദുൽ മലിക് എന്ന് പറയുന്ന പണക്കാരന്റെ മോളെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചത്. ഏത് വാതിൽ അബ്ദുൽ അസീസ്, ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് ഏത് വാതിൽ തൊട്ടാലും തുറക്കുമല്ലോ. എന്റെ വസ്ത്രം കഴുകിത്തരാൻ ഇവിടെ ഒരുപാട് ആളുകളുണ്ടല്ലോ, എന്നെ പരിവാരങ്ങളുണ്ടല്ലോ. ഞാൻ എങ്ങനെയാണ് പരലോകത്തല്ലാന്റെ കോടതി ചെല്ലുമ്പോ എന്റെ ഹബീബിന്റെ കരം കവർന്നുകൊണ്ട് ഞാൻ എങ്ങനെയാ കടന്നു പോവുക? ഹൗദിന്റെ മുറ്റത്ത് നിന്നെല്ലാവർക്കും റസൂലുള്ള വെള്ളം കോരി കൊടുക്കുമ്പോ അധികാരിയും പണമുള്ള ഞാൻ എങ്ങനെയാണ് മുത്തുനബി തങ്ങളുടെ മുന്നിൽ ചെന്ന് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നല്ല ഭക്ഷണം കഴിക്കൂല. പിന്നെ ഒരു അനക്കമില്ല, തലയിൽ എണ്ണ തേച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കാതെ ഒട്ടി ലോകത്തോട് വിട പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയമുള്ള വാപ്പാ, ഒരു നാട് നിലനിൽക്കണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? പാവങ്ങളെ
പാവപ്പെട്ടവരെ, നിങ്ങളെ നാട്ടിലുള്ള നമ്മുടെ വെസ്റ്റ് മുടിക്കലുള്ള ഒരു പാവപ്പെട്ടവനെ ഒരാളെയെങ്കിലും ചേർത്ത് പിടിച്ചിട്ട് അവന് സഹായം ചെയ്തു കൊടുക്കാതെ നീ എങ്ങാനും മരണപ്പെട്ടു പോയാൽ, നീ കാരണമെങ്ങാനും നിന്റെ അയൽവക്കക്കാരൻ പലിശക്കാരനായാൽ, നീ കാരണമെങ്ങാനും അയൽവക്കക്കാരനായ രോഗി മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലാതെ മരണപ്പെട്ടു പോയാൽ, നീ കാരണമില്ലാതെ നിന്റെ അയൽവക്കക്കാരനോ നാട്ടുകാരനോ അവന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാതെ വഴിതെറ്റിപ്പോയാ, ഇതൊക്കെ അള്ള ചോദ്യം ചെയ്യാതെ വിടുമെന്ന് എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിസ്കാരവും ഖുർആനും റമദാനും ഹജ്ജും മാത്രമല്ല അള്ള ചോദിക്കുന്നത്. അള്ള ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒന്നാമതായി സാമൂഹികമായിട്ട് നീ ചെയ്യുന്ന ചില സേവനങ്ങളുണ്ട്. അള്ള ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? എനിക്ക് വേണ്ടി നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ ഇതിനൊന്നും മറുപടി പറയാതെ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തൂല എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു നമ്മളോട് പറയുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്ന സംഭവം നിങ്ങൾ കേട്ടോ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് നിവേദനം ചെയ്യുന്നത്. ചെറിയൊരു സംഭവം കൂടി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് നിവേദനം ചെയ്യുന്നത്. ഒരു മനുഷ്യൻ പറയുന്നു, അസ്വദ്ദഖന്ന ലൈല, രാത്രിയാണ് ഞാൻ സ്വതക്ക ചെയ്തത്, രാത്രിയാണ് ഞാൻ സ്വതക്ക ചെയ്തത്. സ്വതക്ക കൊടുത്തപ്പോ ആളെ തിരിച്ചറിഞ്ഞില്ല. 3 കൂട്ടർക്ക് ഞാൻ സ്വതക്ക ചെയ്തു. നമ്മൾ എങ്ങാനും പറഞ്ഞ അർഹത ഉള്ളവരെ മാത്രം ഇവിടെ വന്ന് ചോദിച്ചാൽ വീട്ടിന്റെ മുറ്റത്ത് അർഹതയുള്ളവനാണെന്ന് അറിയണം. അറിഞ്ഞാൽ തന്നെ അവന് ക്യാൻസറിന്റെ 4th സ്റ്റേജ് ആവണം. 4th സ്റ്റേജ് ആയാൽ പോരാ, 3 മാസം കഴിയുമ്പോൾ മരിക്കുമെന്ന് ഡോക്ടർ റിപ്പോർട്ട് ചെയ്യണം. എന്നാലാണ് സഹായിക്കുന്നത്. വീടില്ലാതിരുന്നാ പോരാ, കെട്ടിയനുണ്ടാവാൻ പാടില്ല, ഭർത്താവ് മരിക്കണം, അവള് വിധവയാവണം, അവൾക്ക് 3 പിള്ളേരുണ്ടാവണം. എന്നാലാണ് ആരോടും പറയൂല. ചില ആളുകൾ അവർ മുണ്ടം മുറുക്കി കെട്ടും, അവരുടെ ദുഃഖങ്ങൾ ആരോടും പറയില്ല. അവൻ അന്വേഷിച്ചു പോയി. നിങ്ങൾ ഭയങ്കര പ്രതിഫലമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. ഈ അടുത്ത് ഒരു സഹോദരൻ വിളിച്ചു പറയാണ്, ഒരു സ്റ്റാറ്റസ് ഇട്ടേക്കാണ്, മകളുടെ കല്യാണമാണ് സഹായിക്കണം. അപ്പൊ ഞാൻ പ്രൈവറ്റ് ചെന്ന് ചോദിച്ചു, ആളാരാണെന്ന് ചോദിച്ചു. ആളാരാണെന്ന് വെച്ചാൽ പറഞ്ഞു ആളെ പറയില്ല എന്ന് പറയും. ആളെ പറയാൻ സഹായിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ പറയാണ്, അഭിമാനിയാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞാൽ, സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞാൽ ഭയങ്കരമായ ബുദ്ധിമുട്ടും പ്രയാസം. അതുകൊണ്ട് നാളെ പറയുള്ളൂ, സഹായിക്കാൻ പറ്റുകയില്ലോ ചെയ്യും, സഹായിച്ചത് കുഴപ്പമൊന്നുമില്ല. അദ്ദേഹത്തിന് അത് ആവശ്യമില്ല, നടക്കുന്നത് പോലെ നടക്കൂല. അങ്ങനെ പരസ്പരം അറിഞ്ഞപ്പോ ഒരു സ്റ്റാറ്റസ് ഇട്ടാണ്. കുത്തി ചോദിച്ചു, ഞാൻ തന്നെ ചെയ്യാൻ ആളുടെ പേര് പറഞ്ഞു. അദ്ദേഹം നടക്കുന്നത് കാറിലാണ്, സംഗതി വാടകയാണ്, ആരെ മുമ്പിലും അറിയിക്കൂല, തേച്ചേ ഡ്രസ് ഇടുള്ളൂ. അദ്ദേഹത്തെ കണ്ടാൽ അതിസമ്പന്നനെ പോലെ നടക്കും, ഒരു ഗതിയും പരഗതിയും. ഞാനെപ്പോഴും ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരോട് പറയാം, അടുത്തിരിക്കുന്ന കുട്ടിയുടെ ഭക്ഷണത്തിന്റെ പാത്രത്തിന്റെ ഉള്ളിൽ നിങ്ങൾ നോക്കണം. ചിലപ്പോൾ വല്ല ഉണക്ക ബ്രെഡായിരിക്കും. നിങ്ങളുടെ കറി നിങ്ങൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. നമുക്ക് മനസ്സിലാക്കിയ സഹോദരങ്ങൾ, എന്തായാലും അള്ളാഹു ഈ നമ്മളെ കുടുംബം, നിങ്ങളെ ഒറ്റ കാര്യം മനസ്സിലായി, നമ്മുടെ തലമുറ ഉണ്ട്, നിങ്ങളുടെ മക്കളുടെ മക്കള്, ഈ തലമുറ അള്ളാഹ് സംരക്ഷിക്കണമെങ്കിൽ അവങ്ങളെ സഹായിച്ചേ പറ്റുള്ളൂ, അന്വേഷിച്ച് പോയി കൊടുത്തേ പറ്റുള്ളൂ. മുമ്പിൽ വരുന്ന കൈനീട്ടുന്നവനല്ല സക്കാത്ത് എന്ന് പറയുന്നത്. നിന്റെ മുന്നിൽ കൈനീട്ട് കൊടുക്കുന്ന സക്കാത്ത് എന്നല്ല, ഇത് ജക്കാത്ത് എന്നാണ് പേര്. നാട് നിലനിൽക്കണമെങ്കിൽ 2 കാര്യങ്ങൾ. രണ്ടാമത്തത് പാവങ്ങളെ ചേർത്ത് പിടിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഈ മനുഷ്യൻ ഖാല റജുൽ ലാ തസദ്ദഖന്ന ലൈല, രാത്രിയാണ് ഞാൻ സ്വതക്ക കൊടുത്തത്. സ്വതക്ക കൊടുത്തൊരു വ്യഭിചാരിണിയായ പെണ്ണിനായി പോയി. രാവിലെ കവലയിൽ ചെന്നപ്പോ ആൾക്കാർ പറഞ്ഞു, മോനെ നീ കൊടുത്തത് വ്യഭിചാരിണിയായ പെണ്ണിനാണ്. അവൾ പാതിരാത്രിയാകുമ്പോ പുറത്ത് ശരീരം വിൽക്കാൻ ഇറങ്ങുന്നവനാണ്. നമ്മളാണെങ്കിൽ ഓടിച്ചെല്ലും, അവളെന്നാ മേടിച്ചിട്ട് തന്നെ കാര്യം, നമുക്ക് ഇത്താനി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ മനുഷ്യൻ പറഞ്ഞു, മുത്തുനബി തങ്ങൾ പറയുന്ന ഹദീസാണ്, അല്ലാഹുമ്മ ലക്കൽ ഹംദു അലാ സാനിയാ ലാ തസദ്ദഖന്ന ബിസ്സദഖാ. അൽഹംദുലില്ലാഹ്, ഒരു വ്യഭിചാരിണിയായ പെണ്ണാണെങ്കിൽ അവൾക്ക് ഗുണമായല്ലോ. ചെറിയ തുകയൊന്നുമില്ല, വലിയ തുകയാണ്. രണ്ടാമത്തെ ദിവസവും ഇവനിറങ്ങി സദഖ കൊടുക്കാൻ. മുൻഗാമികൾ അങ്ങനെയാണ്, പാതിരാത്രി ഇറങ്ങുള്ളൂ, കൊടുക്കുന്നത് ആരാണെന്ന് നോക്കൂല.
രണ്ടാമത്തെ ദിവസം ഇറങ്ങിയപ്പോ ആ നാട്ടിലെ അതിസമ്പന്നനായ ആൾക്കാണ് ഈ സ്വതക്ക കൊടുത്തത്. അതും മേടിച്ചണ്ട് അയാൾ പോയി. രാവിലെ ആയപ്പോ പുറത്ത് വാർത്ത വന്നു, എടാ നീ കൊടുത്തത് സമ്പന്നനായ ആൾക്കാണ് എന്ന് പറഞ്ഞപ്പോൾ ആ സ്വഹാബിയായ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദു അലാ ഗനി, സമ്പന്നനിക്ക് സക്കാത്തിനെ കൊണ്ട് കൊടുപ്പിച്ച അല്ലാഹ് നിനക്കാണ് സർവസ്തുതി. ലാ തസദ്ദഖന്ന ബിസദഖ ഫഖറജ ബിസദഖതിഹി, എന്റെ നിയ്യത്ത് പാഴായി പോയില്ലല്ലോ. മൂന്നാമത്തെ ദിവസവും സദഖ കൊടുത്തത് ആർക്കെന്നറിയോ? ആ നാട്ടിലെ കൊടുങ്കള്ളനാണ്. ആ നാട്ടിലെ കൊടുങ്കള്ളന് കൊടുത്തു. രാവിലെ ആയപ്പോ വീണ്ടും പറയും, നിനക്ക് വട്ടാണോ, നിനക്ക് ഭ്രാന്താണോ, അന്ത മജ്നൂ, നീ ഭ്രാന്തനാണോ? എടാ നീ ഇന്നലെ കൊടുത്ത നാട്ടിലെ കൊടുങ്കള്ളനാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആളുകൾ ചർച്ച ചെയ്തു തുടങ്ങി, ആ സമ്പത്ത് കിട്ടിയ വ്യഭിചാരിണിയായ പെണ്ണുണ്ടല്ലോ, അവളെ മക്കളെ പോറ്റാൻ വേണ്ടിയാ പാതിരാത്രി ശരീരം വിൽക്കാൻ ഇറങ്ങിയത്. അന്ന് മുതൽ അവളെ വ്യഭിചാരിണിയായില്ല. അവളെ ശരീരത്തെ സൂക്ഷിച്ച സമ്പത്ത് കൊണ്ട് അവൾ ചെറിയ കച്ചവടം നടത്തിയിട്ട് ജീവിക്കാൻ തുടങ്ങി. സമ്പന്നനായ ആൾക്ക് സക്കാത്ത് കൊടുത്തപ്പോ, സദഖ കൊടുത്തപ്പോ 10 പൈസ ഒരുത്തനും കൊടുക്കാതെ ആ സമ്പന്നനായ മനുഷ്യൻ വീട്ടിൽ പോയി പൊട്ടിക്കരഞ്ഞു. പാതിരാത്രി ഇങ്ങനെ കൊടുക്കുന്ന ആളുണ്ടല്ലോ റബ്ബേ, നാളെ ഇത്രയായിട്ട് ഞാൻ എന്ത് കൊടുത്തു അല്ലാ? അവന്റെ കൽബ് മാറി, അവൻ സദഖ കൊടുക്കാൻ തുടങ്ങി. പിറ്റേന്ന് രാത്രി മുതൽ കള്ളനായ ആളുണ്ടല്ലോ, ഗതി കെട്ടിട്ടാ അവൻ കക്കുന്നത്. അവന് സദഖയും സക്കാത്തും കിട്ടിയപ്പോൾ അവൻ കളവ് നിർത്തി. അതുകൊണ്ട് വെസ്റ്റ് മുടിക്കൽ എന്റെ പ്രിയപ്പെട്ട അള്ളാഹ് സമ്പത്ത് തന്ന് അനുഗ്രഹിച്ചവരെ, നിങ്ങളെ സമ്പത്ത് കൊണ്ട് തന്നെയാ പള്ളി പണിഞ്ഞത്, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് തന്നെയാ മദ്രസ ഉണ്ടാക്കിയത്, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് തന്നെയാ ഇവിടെ പലരുടെയും കാര്യങ്ങൾ നടന്നത്. എന്നാൽ ഒന്നുകൂടി ശ്രദ്ധിച്ചോ, നമ്മൾ ആരുടെയെങ്കിലും അഭാവം കൊണ്ട് ഏതെങ്കിലും പാവപ്പെട്ടവൻ നമ്മുടെ നാട്ടിൽ മരുന്ന് മേടിക്കാനോ ചികിത്സിക്കാനോ വിദ്യാഭ്യാസം മുടങ്ങിയോ, എന്നാലും ഒരു അബദ്ധം നമ്മളെ നാട്ടിൽ നമ്മുടെ സമ്പന്നര് കാരണം സംഭവിച്ചാൽ അള്ളാന്റെ ഖുർആൻ പറയുന്നു, ആ ഭൂമി അള്ളാഹു വിറപ്പിക്കുകയാണ്, അവിടെ കുലുക്കുകയാ, ഇടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാക്കുകയാ, പ്രകൃതി ദുരന്തങ്ങൾ വരികയാ, ആ നാടല്ല തകർത്ത് കളയുമെന്ന് ഖുർആൻ പറയുമ്പോ, മുസ്ലിമായിട്ട് ജീവിക്കണമെങ്കിൽ സമാധാനത്തോടെ ഒരു വോട്ടർ പട്ടികയിലെ പേര് നിഷേധിക്കപ്പെടൂല, ഒരു SIR വരൂല്ല, ഒരു തെമ്മാടിത്തരങ്ങളും നമ്മുടെ നാട്ടിൽ കടന്നു വരൂല്ല, ഒരു വിദ്യാഭ്യാസ നയങ്ങളും മാറൂല്ല. മുഅ്മിനായി ജീവിച്ചാൽ എന്നുള്ള വാക്ക് പറയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ.